18 വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം ആത്മഹത്യ. 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൈത്തണ്ടയിൽ മുറിച്ചു, ഹോസ്പിറ്റലിലെത്തി, അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവനും ആത്മഹത്യ ചെയ്തു. ഇതിനെന്താ പരിഹാരം? പ്രണയിച്ചവരെ മുഴുവൻ കെട്ടിച്ചു വിടുക എന്നുള്ളതാ പരിഹാരം? അല്ല, അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? മൊബൈൽ ഫോൺ വാങ്ങിയതിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 20ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി. അപ്പൊ എന്താ പരിഹാരം? മൊബൈൽ ഫോൺ ഫുൾ ടൈം കൊടുക്കുക എന്നുള്ളതാ. മൊബൈൽ ഫോൺ ഫുൾ ടൈം കൊടുക്കുക എന്നുള്ളതാ പരിഹാരം. ഈ പരിഹാരം ഉറപ്പല്ല, ഉണ്ടാക്കാൻ വളരെ സുഖല്ലേ? ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക സ്കൂളിൽ. ചെറിയ പ്രശ്നം, സ്വാഭാവികമായി സ്കൂൾ അധികൃതർക്ക് പ്രശ്നം ഉണ്ടാകാമില്ലാതിരിക്കാൻ ഞാൻ വിഷയം സംസാരിക്കണേ. അപ്പൊ എല്ലാവരും തീരുമാനിക്കാൻ എന്നാ നമുക്ക് ഇനി എന്ത് വേണ്ട, പിന്നെ ഡെസർട്ടേഷനും അതേപോലെ തന്നെ സെമിനാറും സിമ്പോസിയും ഒന്നും വേണ്ട, ആരും ഒന്നും എഴുതി തരണ്ട, അതാ തീരുമാനം ഉണ്ടാക്കണ്ടല്ലോ. നമ്മൾ ധാർമ്മികതയുടെ ഒരു വടിവട അടിക്കണ്ടേ, എന്നിട്ട് അതിലേക്ക് ഒരു കയറിട്ട് ഇങ്ങോട്ട് വലിക്കണ്ടേ? സമൂഹം ബോഡിനനുസരിച്ച് പോകാൻ പറ്റുമോ? പ്രണയിച്ചോ ലക്ഷങ്ങൾ കല്യാണം കഴിച്ചോളൂ, ചാടുന്ന് പറയുന്നവർക്കൊക്കെ ഫുൾ ടൈം മൊബൈൽ കൊടുത്തോളൂ, എന്നഞ്ഞേ ആരും പഠിപ്പിക്കണ്ട. ഇതെന്ത് പരിഹാരം? അങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയോ? ഇല്ല, ഇങ്ങനെയല്ല പരിഹാരം ഉണ്ടാക്കാൻ കഴിയും.